അതിനി പ്രേതമായിരുന്നോ അല്ലെങ്കിൽ അതൊരു വേറെ ഏതെങ്കിലും ശക്തിയായിരുന്നോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു ജുബ്ബ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട് മേലെ, അതിൻ്റെ മേലെ ഒരു ഷോളൊക്കെ ഇട്ട് ഇച്ചിരി മുടിയൊക്കെ ഉള്ള ഒരാൾ. ആ ആളുടെ ഒരു കൈ ആ പേരമരത്തിലും ഒരു കൈയിൽ എന്തോ കുന്തം പോലെ വടി പോലെ എന്തോ അയാൾ പിടിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും എൻ്റെ ലൈഫിൽ വളരെയധികം എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു ഓർമ്മയാണ്. അത് പ്രേതമാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ശക്തിയാണോ എന്ന് ഇപ്പോഴും എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. അവരുടെ വേലിക്കരികിൽ നിന്നുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് നോക്കുക ചെയ്യുന്നത് എന്താണെന്നറിയാൻ വേണ്ടി ആ പേരമരത്തിൻ്റെ ചോട്ടിലായിട്ട് സൈഡിലായിട്ട് ഒരു രൂപം നമുക്ക് നേരെ തന്നെ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈഡിൽ നിൽക്കുന്ന ബീന ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും ഈ രൂപത്തെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാനും ഇവർക്ക് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ആ രൂപത്തെ പറ്റി ഞാൻ തലങ്ങും വിലങ്ങും ആലോചിച്ചുകൊണ്ട് ഒട്ടും ഉറങ്ങാതെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു. ഇപ്പോഴും അറിയില്ല, പക്ഷെ അത് സത്യമായിരുന്നു എന്നുള്ളത് എനിക്കും അറിയാം, എൻ്റെ മനസ്സിനും അറിയാം. ഞാനീ പറയാൻ പോകുന്ന കാര്യം എത്ര പേര് വിശ്വസിക്കുന്നോ ആരൊക്കെ എന്നെ കളിയാക്കുമെന്നോ ഒന്നും എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ ഞാനിത് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്നെ ആൾക്കാർ വിശ്വസിച്ചിട്ടില്ല, എന്നെ എപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ ലൈഫിൽ വളരെയധികം എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് പ്രേതമാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ശക്തിയാണോ എന്ന് ഇപ്പോഴും എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് എനിക്കും എൻ്റെ മനസാക്ഷിക്കും വ്യക്തമായിട്ട് അറിയാം. ഇത് നടക്കുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ ആണ്. അപ്പൊ എനിക്ക് പ്രായം ഒരു 5 or 6 വയസ്സുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു തുലാവർഷ കാലഘട്ടമായിരുന്നു. നല്ല ഇടിയും മിന്നലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അച്ഛനും ചേട്ടനും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മയ്ക്ക് വളരെയധികം ധൈര്യം ഉള്ളത് കൊണ്ട് ഈ ഇടി മിന്നലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 8 മണിക്ക് എന്തോ ലോഡ് ഷെഡിങ് ഉണ്ട്. 8 മണിക്കുള്ള ലോഡ് ഷെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എത്രയും പെട്ടെന്ന് ഒരു 9 മണിക്കുള്ളിൽ തന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് സെറ്റിൽ ആവും. അവിടെ അപ്പുറത്തെ വീട്ടിൽ ബീന ചേച്ചിയുടെ അച്ഛനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ബീന ചേച്ചിയുടെ റൂമിൽ കിടക്കും. ബീന ചേച്ചി ഞാൻ അമ്മയും കൂടെ ഒരു റൂമിൽ കിടക്കും, ബീന ചേച്ചിയുടെ അച്ഛൻ വേറെ റൂമിൽ. അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളുടെ ഒരു വീടിന്റെ തൊട്ടൊരു വേലിക്ക് അപ്പുറമാണ് അവരുടെ വീട്. എല്ലാ ദിവസവും ഇടിമിന്നലുള്ള ദിവസം അച്ഛനോ ചേട്ടനും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് കിടക്കുക ചെയ്യുന്നത്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയുള്ളത് കൊണ്ട് ഇടിമിന്നലും മഴയും. അങ്ങനെ ഇതുപോലെ തന്നെ ഒരു ഇടിമിന്നലും മഴയൊക്കെ ഉള്ളൊരു ദിവസം രാത്രി നമ്മൾ അവിടെ തന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കിടന്നു. നമ്മൾ കുറേ നേരം കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കിടന്നിട്ടുണ്ടായിരിക്കണം. 10 മണിയൊക്കെ ആയ സമയത്ത് എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിടന്ന് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമ്മളുടെ വീടിന്റെ ബാക്ക് സൈഡിലെ ഡോറിന്റെ ഓടാമ്പല് തുറക്കുന്ന ഒച്ചയാണ് നമ്മൾ 3 പേരും ഒരുപോലെ കേട്ടു. അപ്പൊ അത് ഞങ്ങൾ 3 പേരും മാത്രമേ ഒരു റൂമിലുള്ളൂ. അപ്പൊ ചേച്ചിയുടെ അച്ഛൻ വയ്യാത്ത ആളായതുകൊണ്ട് നമുക്ക് ചെന്നത് പറഞ്ഞ് പുള്ളിക്കാരനെ വിളിക്കാൻ നമുക്കൊരു പേടിയായതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും അമ്മയും ചേച്ചിയും കൂടെ, എന്നെ ചെറിയ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ വേലിക്കരിയിലെ നിന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുകയാണ്. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് ചെല്ലാൻ ഞങ്ങൾക്ക് 3 പേർക്കും പേടി. കാരണം ഇനിയിപ്പോ എന്തെങ്കിലും കള്ളന്മാരെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവര് കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഉപദ്രവിച്ചാലോ എന്നുള്ള പേടികൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ചെന്നില്ല. അവരുടെ വേലിക്കരികിൽ നിന്നുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് നോക്കുക ചെയ്യുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം വാതിൽ തുറക്കുന്ന ഒച്ച നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാ, ഓടാമ്പല് തുറക്കുന്ന ഒച്ച, എന്നിട്ട് വാതിൽ ചാരുന്ന ഒച്ചയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാ. അപ്പൊ നമ്മൾ ആ വേലിക്കരികിൽ നിന്നുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഒരു 10 അടി നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ട് 10 അടി മാറി നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പേരമരമുണ്ട്. ആ പേരമരത്തിന്റെ ചോട്ടിലായിട്ട് സൈഡിലായിട്ട് ഒരു രൂപം നമുക്ക് നേരെ തന്നെ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് കാണാം. അതൊരു നിലാവുള്ളൊരു രാത്രിയായിരുന്നു. എനിക്ക് പക്ഷെ ആളുടെ മുഖമൊന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷെ ആളുടെ കോസ്റ്റ്യൂംസ് എനിക്ക് കാണാം. ആളുടെ മുഖം എനിക്ക് വ്യക്തമല്ല. പക്ഷെ നമുക്ക് നേരെ നിന്നുകൊണ്ട് നമ്മളെ ഫേവർ ചെയ്ത് നിന്നുകൊണ്ട് ആ പേരമരത്തുമ്പോ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ എന്തോ കുന്തം പോലെ എന്തോ ഒരു സാധനം ഉണ്ട് ആളുടെ ഒരു കയ്യിൽ. ആ കയ്യിൽ അങ്ങനെ ഒരു രൂപം നമുക്ക് നേരെ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെനിക്ക് വ്യക്തമായിട്ട് കാണാം. പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സൈഡിൽ നിൽക്കുന്ന ബീന ചേച്ചിക്കും എൻ്റെ അമ്മയ്ക്കും ഈ രൂപത്തെ കാണാൻ പറ്റുന്നില്ല. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഈ രൂപം മാത്രം കാണാൻ പറ്റുന്നില്ല. എനിക്ക് വ്യക്തമായിട്ട് കാണാം. പക്ഷേ
ആ വ്യക്തമായിട്ട് ഞാൻ കാണുന്ന രൂപം നമുക്ക് നമ്മളുടെ ഫ്രണ്ടിൽ ഒരു രൂപം നിൽക്കുന്നുണ്ട് എന്ന് എന്റെ അമ്മയോടും ചേച്ചിയോടും പറയാൻ എനിക്ക് ഒരു ധൈര്യമില്ല. എനിക്ക് ഭയങ്കര പേടി. കാരണം ഇതിന്റെ മുൻപിൽ എപ്പോഴൊക്കെയോ എന്റെ അമ്മമ്മ എപ്പോഴും ഞങ്ങൾക്ക് കഥ പറയുന്ന കൂട്ടത്തില്ല. അപ്പൊ അമ്മമ്മ ഒരു കഥ പണ്ട് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലുണ്ട്. അതായത് ഒരു തമ്പുരാട്ടി കുട്ടി ഉണ്ടായിരുന്നു ഒരു നാട്ടില്. ആ തമ്പുരാട്ടി കുട്ടി അവരുടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു രൂപത്തെ കണ്ടു. ഒരു ദേവി പോലുള്ള ഒരു രൂപത്തെ കണ്ടു. അപ്പൊ ആ രൂപം വന്ന് ആ കുട്ടിയോട് പറഞ്ഞു, എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആപത്തും വരും എന്ന് പറഞ്ഞിട്ട് ആ രൂപം അങ്ങ് ഒറ്റ പോക്ക് പോയി. തമ്പുരാട്ടിക്കുട്ടി കുറെ കാലം ഇത് ആരോടും പറഞ്ഞില്ല, അച്ഛനോടും അമ്മയോടും ഒന്നും ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ കുറെ കാലം കഴിഞ്ഞ സമയത്ത് എല്ലാവരും വീട്ടിൽ ആരും ഇല്ലാത്ത ദിവസം അച്ഛനോടും അമ്മയോടും മാത്രമായിട്ട് കഥകൾ കുറ്റിയിട്ട് ഈ തമ്പുരാട്ടി ഇന്ന ദിവസം ഇങ്ങനെ ഒരു രൂപത്തെ ഞാൻ കണ്ടുകിട്ടോ എന്നുള്ളത് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പിറ്റേ ദിവസം ഈ കുട്ടി കണ്ടത്, ഈ കുട്ടിയെ അച്ഛനും അമ്മയും കണ്ടത് ആ കുട്ടിയുടെ കൊളക്കടവില് മരിച്ചു കിടക്കുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ അമ്മമ്മ എപ്പോഴോ പറഞ്ഞൊരു കഥ എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുപോലെ ഇതെങ്ങാൻ എന്റെ മുൻപിൽ നിൽക്കുന്ന രൂപത്തെ പറ്റി ഞാൻ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അമ്മയോടോ ചേച്ചിയോടോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതുപോലെ ആ കുട്ടിക്ക് പറ്റിയ പോലെ എനിക്കും പറ്റുമോ എന്നുള്ളൊരു പേടി എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല എനിക്ക് നാക്കെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ വിറയ്ക്കാൻ നിന്ന് മുട്ടിടിക്കണം. എന്റെ ആ 6-7 വയസ്സുള്ളൂന്ന് ആലോചിക്കണം. അപ്പൊ ഇവര് ചേച്ചിയും അമ്മയും ചുറ്റിനും നോക്കിയിട്ടും ഒന്നും ആരെയും കാണുന്നില്ല. ഇവരൊന്നും കാണാതായ സമയത്ത് വീട്ടിലേക്ക് പോയി നോക്കാനുള്ള ധൈര്യം രണ്ടുപേർക്കും ആ പെണ്ണുകൾക്ക് ഇല്ലാത്തതുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോയിട്ട് നേരെ പിന്നെ നമ്മൾ പോയി ബെഡ്റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ചേച്ചിയും അമ്മയും പെട്ടെന്ന് കിടന്നുറങ്ങി, അവർക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ആ 7 വയസ്സുകാരൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇതേപ്പറ്റി തന്നെ ആലോചിക്കണം. ഞാൻ കണ്ട രൂപത്തെ പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കാണാനും ഇവർക്ക് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ആ രൂപത്തെ പറ്റി ഞാൻ തലങ്ങും വിലങ്ങും ആലോചിച്ചുകൊണ്ട് ഒട്ടും ഉറങ്ങാതെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെടുത്തു. നേരം വെളുത്ത എന്റെ അമ്മ എന്നെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് പേടിയായിക്കൊണ്ടേ ഇരിക്കുക. അതായത് ആ രൂപം ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേടിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഇന്നലെ കേട്ടതായിട്ട് മനസ്സിലാക്കിയ ഓടാമ്പലോ ഞങ്ങളുടെ ഡോറോ ഒന്നും പറ്റാതെ ആ വീട്ടില് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ലോക്കൊന്നും തുറക്കാതെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അമ്മ ഈ തുറക്കുമ്പോ ഒക്കെ ഡോറ് അൺലോക്ക് ചെയ്ത് തുറക്കുമ്പോഴൊക്കെ എന്നോട് പറയുന്നുണ്ട്, ഈ ഡോർ ഇങ്ങനെ തന്നെ കിടപ്പുണ്ടല്ലോ, പിന്നെ എന്താ നമ്മൾ കേട്ടത് ഡോർ തുറന്നതെന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴെന്റെ ചിന്ത അതാ, ഞാൻ ഇന്നലെ കണ്ട രൂപത്തെ പറ്റിയൊക്കെയാണ്. അപ്പൊ അമ്മ എന്നെ എണ്ണയൊക്കെ പുരട്ടി ബാത്റൂമിൽ കൊണ്ടുപോയി കുളിക്കാനൊക്കെ നിർത്തുമ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാനൊന്നും ഭയങ്കര പേടി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ എന്നെ ബാത്റൂമിൽ കൊണ്ട് നിർത്തുന്നു, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാനൊക്കെ പേടി. അപ്പം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എല്ലാ ദിവസവും ഒറ്റയ്ക്ക് കുളിക്കുന്ന ചെറുക്കന, ഇന്ന് മാത്രം എന്താ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമ്മ എന്നെ പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം ഒരു വർക്കിംഗ് ഡേ ആണ്, എന്നെ പെട്ടെന്ന് റെഡിയാക്കി സ്കൂൾ ബസ് വന്നിട്ട് എന്നെ സ്കൂളിലേക്കൊക്കെ കയറ്റി വിടുന്നുണ്ട്. ടീച്ചർ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ സ്കൂളെത്തി പിള്ളേരുടെ കൂടെ കളിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്റെ ചിന്ത ഇതാണ്, ഞാൻ തലേ ദിവസം കണ്ട വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആ രൂപം എന്താന്നൊക്കെയുള്ള ആലോചനയിൽ ഞാൻ ഇങ്ങനെ ചിന്താകുലനായിട്ടിരിക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞ് അതിൽ നിന്നൊന്ന് ഷോക്കിൽ നിന്നൊന്ന് മാറാൻ, അതെന്തായിരുന്നു എന്നുള്ളതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നൊരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനന്ന് അമ്മയോടൊന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് അന്ന് നമ്മൾ തലേ ദിവസം ബീന ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് നിന്നപ്പോൾ ഒരു ശബ്ദം കേട്ടില്ല, എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പോയി നോക്കിയില്ലേ, അപ്പൊ നിങ്ങൾ കാണാത്ത ഞാൻ മാത്രം കണ്ട ഒരു രൂപം ഉണ്ടായിരുന്നു. നമ്മളെ തൊട്ട് ഓപ്പോസിറ്റ്, നമുക്കൊരു 10 അടി ഓപ്പോസിറ്റ് ആയിട്ട് ആ പേരമരത്തിന്റെ സൈഡിലായിട്ട് ഒരു രൂപം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ ഞാൻ അന്ന് അമ്മയോട് തുറന്നു പറഞ്ഞു. അമ്മ അന്ന് അത് ആദ്യമൊക്കെ വിശ്വസിക്കാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. പക്ഷെ പിന്നെ ഞാൻ ഇത്രയും കുറെ ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോഴൊക്കെ അമ്മയ്ക്ക് പതുക്കെ മനസ്സിലാക്കി. ഞാൻ ഇപ്പോഴും എന്റെ ഓർമ്മയിലുള്ള ആ രൂപം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തോമസ് ലീഹയുടെ ഒക്കെ കോസ്റ്റ്യൂം അല്ലേ, അതായത് ഒരു ജുബ്ബ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട് മേലെ, അതിന്റെ മേലെ ഒരു ഷോളൊക്കെ ഇട്ട് ചില മുടിയൊക്കെ ഉള്ള ഒരാള്. ആ ആളുടെ ഒരു കൈ ആ പേരമരത്തിലും ഒരു കൈയിൽ എന്തോ കുന്തം പോലെ വടി പോലെ എന്തോ അയാൾ പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപം എനിക്ക് ഫേസ് ചെയ്ത് നിന്നിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാളൊക്കെ ആയിരുന്നു എന്നുള്ളത് ഞാനിങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോ അവയ്ക്ക് പിന്നെയും വിശ്വാസമായും തോന്നുന്നു. ഇത് എന്നിട്ട് അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോടും അവിടുത്തെ 1-2 ആൾക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അവരെല്ലാവരും ഉപദേശിച്ചിട്ട് അമ്മ എന്നെ അന്ന് കൊണ്ടുപോയിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് ജപിച്ച് കെട്ടുകയൊക്കെ ചെയ്തിരുന്നു. അമ്മ വിചാരിക്കുന്നത് ഞാനെന്തോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചതായിരിക്കാനേ വഴിയുള്ളൂ എന്നാണ് അമ്മ വിചാരിക്കുന്നത്. അത് ആ ഷോക്ക് ഇപ്പോഴും കുറെ കാലം എന്നെ ഹോണ്ട് ചെയ്തിരുന്നു. ഇത് അപ്പോഴും അമ്മ പറയുന്നത് മോന് തോന്നിയതായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്.
കുറേ കാലം കഴിഞ്ഞ് ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ ക്ലബ് എഫ് എമ്മിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ ചുമ്മാ റാൻഡമായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരും ഇതുപോലെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹോണി എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പല ആളുകളോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് പലരും കളിയാക്കിയിട്ടുണ്ട്. ഗദ്ദാഫിക്ക് പ്രാന്താണ്, ഇങ്ങനെ എങ്ങനെ നടക്കാനാ എന്നൊക്കെയുള്ള കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് വിറ്റ്നസ് ചെയ്തത് എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ അന്ന് അറിഞ്ഞതും ഞാൻ കണ്ടതും എന്നെ പോലെ വേറൊരാൾക്കും വിശ്വാസമാവില്ലല്ലോ. അതെനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ ആളുകൾ കളിയാക്കുമ്പോഴും ഞാനത് എനിക്ക് പറയാം, ഞാൻ ഇപ്പൊ ഞാനായാലും വേറൊരാളെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അതൊരു തോന്നലായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തടിതപ്പുള്ളൂ. പക്ഷെ ഇത് ഞാനൊന്ന് ക്ലബ് എഫ് എമ്മിൽ ഇരുന്ന് നമ്മളെ കൊളീഗ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനും ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇതേപോലെ സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്കൊരു ഒരു ഒരു കൂട്ടായി എന്നൊക്കെ പറയത്തില്ല. അവരും ഇതുപോലെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ആശ്ചര്യമായി. ഇപ്പോ നമ്മളൊക്കെ റാഷണൽ ആയിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുമല്ലോ. അതായത് ഇപ്പം നിങ്ങൾ ദൈവവിശ്വാസിയാണോ അല്ലെങ്കിൽ എയ്ത്തിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ റാഷണൽ ആയിട്ട് ചിന്തിക്കണം എന്നൊക്കെ തന്നെയായിരിക്കും ഞാനും അഭിപ്രായപ്പെടുക. പക്ഷെ നമ്മളുടെയൊക്കെ ലൈഫിൽ ചെറിയ ചെറിയ ഇതുപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹോണ്ട് ചെയ്യിക്കുന്ന ഇൻസിഡൻസ്. അതായത് റാഷണൽ ആയിട്ട് ചിന്തിക്കുമ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ശക്തികൾ കാരണം, എന്തെങ്കിലുമൊക്കെ ഹോണ്ടിങ് എക്സ്പീരിയൻസ് കാരണം നമ്മളെ റാഷണൽ ആയിട്ട് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന എന്തെങ്കിലും ഇൻസിഡന്റ്. എനിക്ക് ഇപ്പോഴും ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എയ്ത്തിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പിടിക്കാൻ തോന്നുന്ന, എന്നെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഇൻസിഡന്റ് ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഞാൻ വിറ്റ്നസ് ചെയ്തതാണ്. ഇത് ആരോട് എങ്ങനെയൊക്കെ ഞാനത് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അതുപോലെ ആൾക്കാർ വിശ്വസിക്കണം എന്നില്ല. പക്ഷെ എനിക്കുണ്ടായ ഈ എക്സ്പീരിയൻസ് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയാമല്ലോ. ഞാനത് അനുഭവിച്ചതാണല്ലോ, ഞാനത് കണ്ടതാണല്ലോ, ഞാനത് അറിഞ്ഞതാണല്ലോ. അപ്പോ ഇപ്പോഴും അതെന്തായിരുന്നു, അതാരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു മറുപടി ഇല്ല. അതിനി പ്രേതായിരുന്നോ, അല്ലെങ്കിൽ അതൊരു വേറെ ഏതെങ്കിലും ശക്തിയായിരുന്നോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് സത്യമായിരുന്നോ എന്നുള്ളത് എനിക്കും അറിയാം, എന്റെ മനസ്സിനും അറിയാം. ഇപ്പോഴും എന്റെ ഒരു ഉപബോധ മനസ്സിൽ ആ ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നു ഒരു 6 വയസ്സുള്ളപ്പോ കണ്ട സാധനം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഈ 30ാമത്തെ വയസ്സിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് എന്നെ എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ ഇതുപോലെ പലർക്കും ഉണ്ടായിരിക്കും പല ഓർമ്മകളും. എന്റേത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓർമ്മ. വേറൊന്നും ആ കാലഘട്ടത്തിൽ എനിക്കൊന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. കാരണം അതിനെന്നെ മനസ്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഓർമ്മയില്ലാത്തത്. പക്ഷെ ഇതെനിക്ക് നല്ല ഓർമ്മയുള്ളത് എനിക്ക് അത്രയും എന്നെ അന്ന് ബാധിച്ചത് കൊണ്ടാണ്. ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ വെച്ച് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ എല്ലാവരുമായിട്ട് ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അനുഭവം ഇല്ലാത്തത് അതൊരു ഹാലുസിനേഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു പ്രേതക്കഥയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രീഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു കൺക്ലൂഷനിൽ എത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദിസ് ഇസ് മൈ ബ്ലഡി എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിനെ എനിക്ക് വിസ്മരിക്കാൻ എന്തായാലും പറ്റില്ല. താങ്ക് യു.